മറ്റൊരു ബ്രേക്കിംഗിലേക്ക് മാതൃഭൂമി ന്യൂസ് പോവുകയാണ്. സ്വർണ്ണക്കൊള്ള സ്ഥിരീകരിക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുകയാണ്. സ്വർണ്ണവാതിൽ സ്ഥാപിക്കുന്ന ചടങ്ങിന്റെ 2019 മാർച്ച് 11 ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും പങ്കെടുക്കുന്നത് ഈ ദൃശ്യങ്ങളിലുണ്ട്. വാതിൽ സ്ഥാപിക്കുമ്പോൾ ദ്വാരപാലക ശില്പങ്ങൾ തങ്കത്തിളക്കത്തിൽ എന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ശില്പങ്ങളിൽ സ്വർണ്ണ കവചങ്ങൾ വളരെ വ്യക്തമാണ്. ഈ കവചങ്ങളാണ് ഒരു മാസത്തിന് ശേഷം ചെമ്പായി മാറുന്നത്. ആ ദൃശ്യങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട അന്വേഷണത്തെയൊക്കെ സഹായിച്ചേക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. 2019 അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ ഉൾപ്പെടെ ഉള്ളവരെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 2019 മാർച്ച് 11 വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളടക്കം പത്രത്തിൽ നേരത്തെ ഫോട്ടോസൊക്കെ മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആ ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. 2019 മാർച്ച് 11 ആ ദൃശ്യം. വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. ഈ ദൃശ്യങ്ങളിൽ എടുത്തു പറയുന്നു പ്രേക്ഷകരുടെ അറിവിലേക്കായി, ആ വാതിലുകൾ സ്ഥാപിക്കുമ്പോൾ അതിന് സമീപത്തെ ആ ദ്വാരപാലക ശില്പങ്ങൾ, ആ ശില്പങ്ങളിൽ അത് തങ്കപ്രഭയോടുകൂടി ദ്വാരപാലക ശില്പങ്ങൾ നിൽക്കുകയാണ്. അതായത് സ്വർണ്ണ തിളക്കത്തിൽ നിൽക്കുകയാണ്. ശില്പങ്ങളിൽ ആ സ്വർണ്ണ കവചങ്ങൾ വളരെ വ്യക്തമാണ്. ഈ കവചങ്ങളാണ് ആലോചിക്കണം ഒരു മാസത്തിന് ശേഷം അങ്ങനെ ചെമ്പായി മാറുന്നത്. അങ്ങനെ വിചിത്രമായ ഒരു സാഹചര്യത്തിലൂടെ എങ്ങനെ ചെമ്പായി എന്നുള്ളതാണ് അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ആസൂത്രിതമായ കൊള്ള നടന്നു. ഈ അവതാരങ്ങളെല്ലാം, ആ സാന്നിധ്യമെല്ലാം അവരുടേതായി നമുക്ക് കാണാനുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രധാന കഥാപാത്രമായി തന്നെ ഇതിനൊപ്പം അനുഗമിക്കുകയും ഇതിനൊപ്പം തന്നെ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് മുരാരി ബാബു, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ദേവസ്വത്തിന്റെ ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള ആ പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ഇന്ന് ഉച്ചയ്ക്ക് പറഞ്ഞ പച്ചക്കള്ളം പച്ച നുണയാണെന്ന് വെളിവാകുന്ന കാര്യമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും. അതിനോട് അനുബന്ധമായി 2019 മാർച്ച് 11 അവിടെ ആ ഭഗവാന്റെ അടുത്തേക്ക് ആ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അവിടെ വാതിൽ സ്ഥാപിക്കുകയാണ്. ആ ശ്രീകോവിലിലെ വാതിൽ സ്ഥാപിക്കുമ്പോൾ തൊട്ടരികെ എല്ലാത്തിനും സാക്ഷിയായി
സത്യം പോലെ. സത്യം ഒരിക്കലും മൂടിവെക്കാൻ കഴിയില്ല എന്ന് നമ്മൾ 100 തവണ കള്ളങ്ങൾ പറഞ്ഞാലും സത്യം ഒരു നാൾ പുറത്തേക്ക് വരും എന്ന് പറയുന്നത് അതാണ് ആ ദൃശ്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ തങ്കപ്രഭയിൽ, തങ്കത്തിളക്കത്തിൽ, സ്വർണ്ണ തിളക്കത്തിൽ നിൽക്കുന്നു. അതിനെ തൊട്ട് വണങ്ങുന്ന ആയിരക്കണക്കിന് ഭക്തർ. ആ ഭക്തരെ സാക്ഷി നിർത്തിയാണ് ആ ചടങ്ങ് പൂർത്തിയാകുന്നത്. അപ്പോഴും ആ ദ്വാരപാലക ശില്പങ്ങൾ നോക്കൂ. വിജയ് മല്യ ആ 30 കിലോയിൽ ഏറെ സ്വർണവുമായി ആ ശ്രീകോവിലിന്റെ മുകൾ വശം മേൽക്കൂര ഉൾപ്പെടെ നടത്തിയ സ്വർണം ക്ലാഡിംഗ് നടത്തിയതിനു ശേഷം ശേഷിക്കുന്ന സ്വർണം ഉപയോഗിച്ച് നടത്തിയ പവിത്രമായ പ്രക്രിയ. ആ പ്രക്രിയയാണ് ഒരു മാസം കൊണ്ട് അങ്ങനെ ഈ തങ്കം മാറി ചെമ്പായി മാറുന്നത് എന്നത് നമ്മളെയൊക്കെ തന്നെ വളരെ ആശ്ചര്യപ്പെടുന്നുണ്ട്. അനന്തകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് തത്സമയം. അനന്തൻ, ഇങ്ങനെ സത്യങ്ങൾ വെളിവാകുന്ന അന്വേഷണത്തിന് ഒരുപാട് നിർണായകമാകുന്ന ഒരു ദൃശ്യങ്ങളായി ആണിപ്പോൾ മറ്റൊന്നായി മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിടുന്നത്. അതിലെ പ്രത്യേകത ആ ദൃശ്യത്തിന് എന്തൊക്കെ പറയാനുണ്ട് അനന്തൻ? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഏറ്റവും ഒടുവിലായി മുരാരി ബാബുവിന്റെ അടക്കം വരുന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതൊക്കെ പച്ചക്കള്ളമെന്ന് തെളിയുകയാണല്ലേ? പ്രജീഷ്, മാതൃഭൂമി ന്യൂസിന്റെ അവനാഴിയിൽ നിന്ന് തങ്കപ്രഭയുള്ള തെളിവുകൾ ഇങ്ങനെ ഒന്നൊന്നായി പുറത്തേക്ക് വരികയാണ്. മാതൃഭൂമി ന്യൂസിന്റെ ആർക്കൈവ്സിന്റെ വീഡിയോ ലൈബ്രറിയുടെ ഒരു കരുത്താണ് കാണുന്നത്. ഈ ദൃശ്യങ്ങൾ നമുക്ക് എടുത്തു തന്ന നമ്മുടെ ചീഫ് ലൈബ്രറിയൻ സന്ധ്യയ്ക്ക് അഭിനന്ദനങ്ങൾ. ആദ്യം തന്നെ പറയാം, ഏതായാലും ഈ ദൃശ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ ദൃശ്യത്തിൽ 2 പേരെ വ്യക്തമായി കാണാം. ഒന്ന് മുരാരി ബാബു, ഇപ്പോൾ 2019 സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പേരിൽ നടപടി നേരിട്ട ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ. മറ്റൊന്ന് വിവാദ നായകൻ ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ 2 പേരും ഈ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് 2019 മാർച്ച് 11 ശബരിമല ശ്രീകോവിലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ആ സ്വർണ്ണവാതിൽ ഘടിപ്പിക്കുന്ന ചടങ്ങാണ് ആ കാണുന്നത്. നിരവധി അയ്യപ്പ ഭക്തരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്ന സ്വാമി ശരണമെന്ന ഭക്തി നിർഭരമായ ആ വിളിയോടെയാണ് ആ വാതിൽ ഘടിപ്പിക്കുന്നത്. ആ വാതിലിന്റെ ഇരുവശവും സ്വർണത്തിൽ പൊതിഞ്ഞു നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ കാണാം. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 2019 മാർച്ച് 11 ആ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് വിജയ് മല്യ പൊതിഞ്ഞ അതേ ഗോൾഡ് ക്ലാഡിംഗ് ഉള്ള കവചങ്ങളാണ് എന്നുള്ളത്. അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന മുരാരി ബാബുവാണ് ഇന്ന് ഒരു ഉളുപ്പുമില്ലാതെ മാതൃഭൂമി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളോട് വന്നു പറഞ്ഞത് ഈ കവചമാണ് സ്വർണത്തിന്റെ തേയ്മാനം വന്ന് ചെമ്പായി മാറിയത് എന്ന് പറഞ്ഞത്. അത് ആ ഒരൊറ്റ വാചകത്തിന്റെ പുറത്താണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ടെടുത്ത് ഇന്ന് അയ്യപ്പ ഭക്തരുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ള പ്രധാന കാരണം. ആ മുരാരി ബാബുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സ്വർണ്ണ വാതിൽ ചുമന്നുകൊണ്ട് വരുന്നത് കാണാം. അവരത് തോളിൽ താങ്ങിക്കൊണ്ടാണ് വരുന്നത്. അത് നേരെ നടയുടെ മുന്നിലേക്ക് വരുമ്പോൾ അവിടെ അവരെ കാത്തിരിക്കുന്നത് അവർ പിന്നീട് ചെമ്പാക്കി മാറ്റി. ഏതാണ്ട് 3 മാസങ്ങൾക്ക് ശേഷം ജൂലൈയിൽ ചെമ്പാക്കി മാറ്റിയ ദ്വാരപാലക ശില്പങ്ങളിലെ ആ തങ്ക കവചമാണ് അവരെ കാത്തിരുന്നത്. ആ കവചമാണ് അവരോടൊപ്പം, ആ തങ്ക വാതിലിനൊപ്പം ആ ദൃശ്യങ്ങളിൽ, മാതൃഭൂമി ന്യൂസിന്റെ ദൃശ്യങ്ങളിൽ പെട്ടുപോയത്. ഇതൊക്കെയാണ് അവർക്ക് കുരുക്കായി മാറിയത്. ഏതായാലും മുരാരി ബാബുവിന് ഈ ദൃശ്യങ്ങൾ കള്ളം പറയുമെന്ന് പറയാൻ കഴിയില്ല. ആ 2019 മാർച്ച് 11 ഈ കാണുന്ന നേരം കണ്ട് ഒരു മാസം കൊണ്ട് ഇതെങ്ങനെ ചെമ്പായി അവർക്ക് രേഖപ്പെടുത്താൻ തോന്നിയത് എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം നമ്മളൊക്കെ അത്ഭുതപ്പെടുന്നത് അതൊരു ഉത്തരവായി ഒരു മകസറായിട്ടൊക്കെ വരികയാണ്. അപ്പോൾ എത്രത്തോളം ഇതിനകത്ത് ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടന്നിട്ടുള്ളൂ എന്നത് വ്യക്തമാണ്. ഇന്നിപ്പോൾ പേരിന് എന്ന പോലെ ഒരു നടപടി മുരാരി ബാബുവിനെതിരെ വരുമ്പോൾ അവിടെ മുരാരി ബാബു മാത്രമല്ല കള്ളം പറയുന്നത്, ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്ന ആളുകളൊക്കെ തന്നെ പല കള്ളങ്ങളും പറയുകയുണ്ടായി. അതിൻ്റെയൊക്കെ തെളിവായി ഈ ദൃശ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ഒപ്പം ആ നേരത്തെ നമ്മൾ അല്പസമയം മുമ്പ് ബ്രേക്ക് ചെയ്ത വാതിലുകളുടെ കാര്യമുണ്ടല്ലോ, ആ വാതിലുകളുടെ കാര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ അനന്തൻ ദുരൂഹതകൾ എത്രത്തോളം ഏറുകയാണ്. പ്രതീക്ഷ 2019 മാർച്ച് 11 മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ വാതിൽ കൊണ്ട് വെക്കുമ്പോൾ ഒരു വലിയ ചോദ്യം, ഒരു വലിയ കൊള്ളയുടെ സാധ്യത അവിടെ തുറന്നു വരികയാണ്. അത് ഈ വാതിൽ വെക്കുമ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന വാതിൽ എങ്ങോട്ട് പോയി, അതിന് മുൻപുണ്ടായിരുന്ന കട്ടിള എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. മുരാരി ബാബു തന്നെ ഇന്ന് പറഞ്ഞത് ആ വാതിലും കട്ടിളയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ നമുക്ക് വ്യക്തമാണ്. വിജയ് മല്യ തങ്കം പൂശിയ, തങ്കം പൊതിഞ്ഞ ആ വാതിലും ആ പാളിയുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എടുത്തു കൊടുത്തത്. പക്ഷേ തിരിച്ചു വന്നത് ഒരു അപ്ഡേഷൻ കൂടി നമ്മൾ ഈ ബന്ധപ്പെടുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറയേണ്ട ഒരാളാണ് എ പത്മകുമാർ, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹത്തെ അല്പസമയം മുമ്പാണ് നമ്മൾ PCR നിന്നും നമ്മുടെ പ്രതിനിധികൾ ടെലിഫോൺ ലൈനിൽ വിളിച്ചത്. പക്ഷേ ഈ സംഭവത്തിലും ഒന്നുമേ പറയാനില്ല എന്നുള്ള പതിവ് പല്ലവിയാണ് പത്മകുമാറിനുള്ളത്. അപ്പോൾ ഉത്തരം മുട്ടുന്ന ദൃശ്യങ്ങളാണോ അനന്തൻ പുറത്തേക്ക് വരുന്നത്? സത്യത്തെ മൂടാനാകില്ല എന്ന് ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന ദൃശ്യങ്ങളാണോ ഇത്?
പ്രജീഷ്, ഇപ്പോൾ നമ്മൾ കണ്ടത് 2019 മാർച്ച് 11 സ്വർണ്ണവാതിൽ വെക്കുന്ന ദൃശ്യമാണ്. ഇനി നമ്മളുടെ PCR കാണിക്കാൻ പോകുന്ന മറ്റൊരു ദൃശ്യമുണ്ട്. അത് A. പത്മകുമാറിന്റെ ദൃശ്യമാണ്. ആ ദൃശ്യം ചിത്രീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ന്യൂസ് സ്വന്തം ക്യാമറയിൽ ചിത്രീകരിച്ച ദൃശ്യമാണ്. ആ ചിത്രീകരണം നടന്നിരിക്കുന്നത് 2019 മെയ് 14 മെയ് 14 എന്ന് പറയുമ്പോൾ ആ ദൃശ്യം കൂടി കാണാം പ്രേക്ഷകരിലേക്ക്. ആ ദൃശ്യങ്ങൾ കൂടി പ്ലേ ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യത്തിലേക്ക് കൂടി. ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും കൊടുക്കും അയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ അയ്യപ്പ ശരണമയ്യപ്പ ശബരിമലയിൽ എത്തുമെന്റെ ഹൃദയവും ഉടുക്കും കൊട്ടി അയ്യപ്പ ശരണമയ്യപ്പ ഭഗവാന്റെ സ്വത്ത് പാട്ടും പാടി ആരാണ് അടിച്ചുകൊണ്ടുപോയത് എന്ന ചോദ്യം പ്രസക്തമാകുമ്പോഴാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിലേക്ക് ദൃശ്യങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ